ഹായ്, നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കടയ്ക്കൽ ഐരക്കുഴി AMJ ഓഡിറ്റോറിയത്തിലാണ്. AMJ ഓഡിറ്റോറിയത്തിൽ നമ്മളിന്ന് ഒരു റിസപ്ഷൻ പ്രോഗ്രാം തന്നെയാണ് ഇന്നും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എത്തി. നല്ല വെയിലുണ്ട്. കാര്യം മെനങ്ങാന്ന് പറഞ്ഞ് മഴയാണെന്നാണ്. മഴയെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്ന് മൊത്തം വെളിയിൽ ഇറങ്ങാൻ വയ്യ. ആകാശിൻ്റെയൊക്കെ മുഖം ഇരിക്കുന്നത് എന്താ. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി തുടങ്ങി. സമയത്രടാ 1:10 4 മണിയാകുമ്പോൾ കഴിഞ്ഞാൽ 4 പറഞ്ഞ് 6 മണിക്കാണ് വീഡിയോ വന്നത്. പക്ഷേ ഇന്ന് കറക്റ്റ് 4 മണിക്ക് തന്നെ ക്ലയൻറ്റ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം അവരെ കല്യാണം ഇന്നലെ ആയിരുന്നു കല്യാണം. അപ്പോൾ ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഇന്ന് അവരൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഷാർപ്പ് 4 മണിക്ക് ഇന്ന് റിസപ്ഷന് എത്തും. അപ്പോൾ നമ്മളിന്ന് ഗ്രൂമിൻ്റെ സൈഡാണ്, ഗ്രൂമിൻ്റെ റിസപ്ഷൻ. അപ്പോൾ ഗ്രൂമിൻ്റെ സൈഡിലുള്ള ഡെക്കോറാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മണിക്ക് തന്നെ വന്ന്. ഇപ്പോൾ നൗഫലും ആകാശം അവിടെ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ലേറ്റായത്. അപ്പോൾ വെയിലായിപ്പോയി. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ വരും. നമ്മുടെ ടീംസ് എല്ലാം എന്താ അറേഞ്ച്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ ഫീൽഡ് ഇട്ട് ആ സ്റ്റേജിൽ തന്നെയാണ് ഇന്ന് ഇവിടെ ഇടുന്നത്. കാര്യം ഈ ഡേറ്റുകളെല്ലാം അടുത്തടുത്ത് വന്നുകൊണ്ട് പുതിയ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഡെക്കോർ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ പയ്യന്മാർ ഫ്രണ്ട് എൻട്രൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, വെയിലില്ലെങ്കിലും കാറ്റുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ലൈറ്റിൻ്റെ ടീമുകൾ നമ്മൾ കഴിഞ്ഞതിന് പരിചയപ്പെടുത്തുന്ന ടീമാണ്. കഴിഞ്ഞ ലൈറ്റിലായിരുന്നു, ഇപ്രാവശ്യം ലൈറ്റ് വന്നുകൊണ്ട് ലൈറ്റ് ടീമുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കാര്യം അവർ ഈ വൈദ്യുതിയുടെ ആൾക്കാരായതുകൊണ്ട് ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്നതാണ് വൈദ്യുതിയുടെ പിതാവ്. പേരെന്തരാണ്? വിജയണ്ണൻ. വിജയൻ എന്ന് വെച്ചാൽ കറണ്ടുമായിട്ട് അങ്ങ് കറണ്ട് ഇല്ലാത്ത വിജയണ്ണല്ല. വിജയണ്ണ എപ്പോഴും ഒരു വയറെങ്കിലും പിടിച്ചുകൊണ്ടിരിക്കണം കയ്യിൽ. ഒരു വയർ കയ്യിലില്ലെങ്കിൽ വിജയണ്ണന് പറ്റൂല അല്ലേ വിജയണ്ണ? വിജയണ്ണ ഇതാണ് മെയിൻ സ്വിച്ച്. ഇതിൻ്റെ ഇത് ഓണാക്കിയാൽ കത്തുമല്ലേ? അപ്പോൾ ഈ വെച്ചിരിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഓണാക്കാനുള്ള അതിൻ്റെ കൺസോൾട്ടിങ് മെയിൻ സ്വിച്ചാണ് അല്ലേ വിജയണ്ണ? കണ്ട, കറണ്ട് എന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെ പേടിക്കാതെ ചുരുട്ടി ചെയ്യുന്ന മനുഷ്യരാണ്. 450 kVയിലേക്ക് തൂങ്ങിക്കളയും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. വിജയണ്ണ നിങ്ങളെ മുഖം ഒന്ന് കാണും. വിജയണ്ണ വിജയൻ്റെ ഹായ് പറഞ്ഞേ. വിജയൻ്റെ വീട് എവിടെയെന്ന്? വെള്ളിമണ്ണെന്ന് പറഞ്ഞാൽ കുണ്ട്ര. അപ്പോൾ കുണ്ട്ര വിജയൻ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ പിതാവാണ്. പിന്നെ നമ്മുടെ നിഷാദിൻ്റെ ടീമാണ്. നമ്മളെ സൗണ്ട്സ് ചെയ്ത നിഷാദാണ്, സീന സൗണ്ട്സ് നിഷാദ്. അപ്പോൾ ഈ നിൽക്കുന്ന മനുഷ്യൻ എന്ന് വെച്ചാൽ കൊല്ലത്തോടെ ഓടല്ലേ അവിടെ അവന് ക്യാമറ കണ്ടാൽ പേടിയാണ്. ക്യാമറയുടെ പുറകെ വന്നിട്ട് അഭ്യാസം കാണിക്കും. അപ്പോൾ ആ നിൽക്കുന്ന നമ്മുടെ നിഷാദ്. നിഷാദ് വന്നാണ് ചോദിക്കട്ടെ ഇങ്ങനെ പാടേ. നിഷാദ് വളരെ ഒരുപാട് നാൾ കൊണ്ട് എൻ്റെ സുഹൃത്തു കൂടിയാണ്. നമ്മളിവിടെ ഒരുപാട് ഇവൻറ്റിലൊക്കെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന നമ്മുടെ സൗണ്ട്സും ലൈറ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ് നിഷാദ്. നിഷാദിൻ്റെ സ്ഥലം പള്ളിക്കലാണ് അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എത്ര വർഷമായി ഇപ്പോൾ ഇവൻ്റ് മേഖലയിൽ? 7 വർഷമായി. അപ്പോൾ 7 വർഷം കൊണ്ട് നമ്മുടെ ശബ്ദവും വെളിച്ചവും ഒക്കെ നൽകി ഒരുപാട് ഇവൻ്റ് ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിഷാദാണ്. അപ്പോൾ നിഷാദിനെയും കൂടെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ പരിചയപ്പെടുത്തില്ല, ഈ വീഡിയോ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ ബാ. അപ്പോൾ ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ഇത് ഡൈനിങ് ഹാൾ വരുന്ന താഴെയാണ്. സാധാരണ ഡൈനിങ് ഹാള് ഈ താഴെ വരുന്നു. ഫുഡ് അറേഞ്ച്മെൻ്റൊക്കെ തുടങ്ങാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞെടുക്കാം. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാര്യം ഇപ്പോൾ ഒന്നും തുടങ്ങിയിട്ടില്ല. ഫുഡ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ടേബിൾ ഡെക്കറേഷനും ചെയർ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്ക് ഗസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് ഒരു 3 മണിയോട് കൂടി എല്ലാം റെഡി ആകുമായിരിക്കാം. അപ്പോൾ കിച്ചൺ, ആ കാണുന്ന കിച്ചണിൽ അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. പാചകത്തിൻ്റെ പരിപാടികൾ കിച്ചണിൽ നടക്കുന്നുണ്ട്. നമുക്ക് കിച്ചണിലോട്ടും പോവാം. മുകളിലെ കണ്ടിട്ട് നമുക്ക് കിച്ചണിലോട്ടും കൂടെ. അപ്പോൾ ഇത് ഇവിടുത്തെ ഓഫീസാണ്. നമ്മുടെ ഈ AMJ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഓഫീസാണ് താഴെ കാണുന്നത്. അവിടെ ഓഫീസിൽ ഇക്ക ഉണ്ട്. ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവിടെ ആകാശം കയറുവാ. ഈ ഡോറൊക്കെ തരുന്ന സഹായിറാ. ഫോട്ടോ ബൂത്ത് എവിടെ ഉള്ളൂടാ? താഴെ ഫോട്ടോ ബൂത്ത് അല്ലേ? സെറ്റ് ചെയ്യാൻ പോണേ ഉള്ള. ഓക്കെ ബാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. അപ്പോൾ കഴിഞ്ഞതിന് ചെയ്ത ഡെക്കോർ തന്നെയാണ്. അപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയ കാര്യം കഴിഞ്ഞതിന് ചെയ്ത ഡെക്കോറിനകത്ത് പുതിയ പ്രൊഡക്ഷനായിരുന്നു. അപ്പോൾ ഇന്നും ആ പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം നിങ്ങൾ വിചാരിക്കരുത് എല്ലാ ദിവസവും ഒരു സ്റ്റേജ് ആണെന്നുള്ളത്. കണ്ടിന്യൂസി ആയിട്ട് വന്ന 2 വർക്കുകൾ ആ 2 ക്ലയൻറ്റിനും ഒരു മോഡൽ തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ സ്റ്റേജിലോട്ട് വന്നത്. അടുത്ത വരുന്ന വേറെ മോഡലാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും യുവമാർക്ക് എന്നും ഇത് തന്നെ ഉള്ളതാണെന്നുള്ളത്. പുതിയ സ്റ്റേജാണ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ 2ാമത്തെ വർക്കാണ് ഇതിൻ്റെ. അപ്പോൾ ഇന്ന് കുറച്ച് മാറ്റങ്ങളുണ്ട്. എൻ്റെ ഡെക്കോറിൻ്റെ ഡിസൈനിലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സൈസിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇതിനിപ്പോൾ റാമ്പ് ഇടാൻ വേണ്ടി നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന റാമ്പിൻ്റെ പരിപാടി തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ റാമ്പിൻ്റെ അക്രിലിക് ഷീറ്റിന് വേണ്ടിയുള്ള സംഭവം ഇട്ടേക്കുന്നത്. ഇപ്പോൾ റാമ്പിന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു വിത്തുള്ള ഓഡിറ്റോറിയം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പയ്യന്മാരൊക്കെ ഇന്നലെ മുതൽ ഇതിൻ്റെ പിറകെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് കണ്ടോ. പല ഭാഗത്തായിട്ട് ഇങ്ങനെ നിന്ന് സൈന്യം പല കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ ഇൻവോൾവ് ആയി
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കോളാം, ഇപ്പം കിടക്കുന്ന പരിപാടിയായിരിക്കുമല്ലോ നിങ്ങൾ തുടങ്ങുമ്പോൾ നോക്കിക്കോളാം. ഇപ്പം നോക്കുമ്പോൾ കംപ്ലീറ്റ് ഫ്ലവറിൻ്റെ ലീഫും ഫ്ലവറിൻ്റെ വാക്കികളും അതുപോലെ കേട്ടോ ഫ്ലെക്സൊക്കെ വെച്ച് നമ്മൾ എപ്പോഴും ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. കാര്യം നമ്മൾ സിംഗിൾ യൂസ് ഫ്ലെക്സാണ് ഇന്ന് ഉപയോഗിക്കുന്ന. ഈ പരിപാടിക്ക് ഉപയോഗിക്കുന്ന ഫ്ലെക്സ് എല്ലാം കട്ട് ചെയ്ത് കീറി കളഞ്ഞാൽ അടുത്ത പ്രോഗ്രാമിന് പുതിയ ഫ്ലെക്സുമായിട്ട് മാത്രമേ ഒരു ക്ലൈന്റിന് മുമ്പ് നമ്മൾ പോകത്തുള്ളൂ. കാരണം എല്ലാവരും വിചാരിക്കും അപ്പോൾ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പല ടീംസുകളും ഫിനാൻഷ്യലിയൊക്കെ ഒന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും പലപ്പോഴും ഉപയോഗിച്ച ഫ്ലെക്സ് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ആ ഫ്ലെക്സൊക്കെ സിംഗിൾ യൂസാണ്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നുണ്ടാ. ഇത് കഴിഞ്ഞ് അടുത്ത പരിപാടിക്ക് പോകുമ്പോൾ പുതിയ ഫ്ലെക്സാണ്. അപ്പോൾ നമ്മൾ ചെറുക്കുന്നുണ്ട്, ഇവൻ ഭയങ്കര അഭിനയിക്കാൻ ആഗ്രഹമുള്ള ചെറുക്കനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു വീഡിയോ വരുമ്പോൾ അവനെ കാണിക്കും. നിന്റെ പേരെന്താണ്ടാ? ഉറക്കെ പറ, കേൾക്കത്തില്ല. അഫ്സൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഈ ഓരോ സ്റ്റേജിൻ്റെ പരിപാടികളിലും അഫ്സലിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന ക്രൂ അപ്പോൾ നമുക്ക് മാജി അക്രിലിക്ക് ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ മാജിയായിരുന്നു ഇവിടെ ഫ്രണ്ട് നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അഭിജിത്തുണ്ട്, ജിത്തുണ്ട്, അങ്ങനെ പയ്യന്മാരെല്ലാം ഉണ്ട്. എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം നമുക്ക് 4 മണിക്ക് എല്ലാം റെഡിയാക്കി കൊടുക്കണം. 4 മണിക്ക് ഗസ്റ്റ് വരും. അപ്പോൾ നമുക്കൊരു 3 മണിക്കെങ്കിലും റെഡിയാവണം. അല്ലാടാ 3 മണിക്ക് റെഡിയാവില്ലേ? എപ്പോൾ തീരും? കഴിഞ്ഞാ? ഇനിയിപ്പം മോളിൽ മാസ്ക് ചെയ്ത് കയറിയാൽ മതി അല്ലേ? ബാക്കി എന്തെങ്കിലും അടി മാസ്ക് ചെയ്തില്ലേ? ശരിയാ മോളാണ്. അപ്പോൾ റെഡ് നമുക്കൊരു റെഡ് ഫ്ലവറും കൂടെ. അപ്പോൾ റെഡ് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലവറും കണ്ട എല്ലാം റെഡാണ്. അതിനകത്ത് വേറൊരു കളർ വേരിയൻറ്റ് അല്ലെങ്കിൽ കളർ ചേഞ്ച് നമ്മൾ കൊണ്ടുവരത്തില്ല. കാര്യം കസ്റ്റമറിന് എപ്പോഴും അവരെന്താണോ തരുന്ന തീം, ആ തീമിനനുസരിച്ചുള്ള ഡെക്കോറേറ്റ് നമുക്ക് കൊടുക്കണമെന്നുകൊണ്ടാണ്. ഫുൾ റെഡ് ആയതുകൊണ്ട് ഇതാ റെഡ് റോസ്. പിന്നെ കസേര കാണിച്ചു കൊടുക്കും. ഇവിടുത്തെ ചെയർ ഉൾപ്പെടെ റെഡ്, നമ്മൾ റെഡാക്കിയല്ല, നോർമലി റെഡ് ആയിരുന്നു ഇവിടുത്തെ ചെയർ. അപ്പോൾ എല്ലാം കൂടെയൊക്കെ വന്നപ്പോൾ ഒരു അത്യാവശ്യം ഒരു മാച്ച് വരുന്നുണ്ട് അല്ലേ കിച്ചു? കാര്യങ്ങളിലെല്ലാവരും മാച്ച് വരുന്നുണ്ട്. കഴിഞ്ഞതിന് ബ്ലാക്ക് ആയിരുന്നു ചെയർ, ഇപ്പോൾ റെഡ്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് സിങ്കായി വരുന്നുണ്ട്. കഴിഞ്ഞതിന് റെഡും ബ്ലാക്കും ആയിരുന്നു തീം നമ്മളാണ്. ഇപ്പോഴ് റെഡും ബ്ലാക്കും തന്നെ, പക്ഷെ കഴിഞ്ഞതിന് ചെയർ ബ്ലാക്ക്, ഓഡിറ്റോറിയം ബ്ലാക്കും വൈറ്റും ആയിരുന്നു അല്ലേ? ഇപ്പോൾ ഓഡിറ്റോറിയം റെഡും വൈറ്റുമാണ് അല്ലേ? ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് നമുക്ക് അങ്ങനെ കിട്ടുന്ന പീസല്ല കേട്ടോ, അത് റയർ പീസാണ്. കാര്യം ഇദ്ദേഹത്തിൻ്റെ പേര് മിഥുൻ എന്നാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ എല്ലാ മെട്രിക്സിൻ്റെ എല്ലാ പരിപാടിക്കും നമ്മളെ കൂടെ ഉള്ള ആൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിന് വരാൻ പറ്റാത്തത് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലടാ? മോൻ്റെ പേരെന്താണ്? ധ്രുവ് എന്നാണ് മിഥുൻ്റെ മോൻ്റെ പേര്. മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ 26-ാം തീയതി. അപ്പോൾ നമുക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റിയതുമില്ല. നമ്മളെല്ലാം കൂടെ ഈ വർക്ക് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലടാ? സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മിഥുൻ അല്ലേ? എന്തെങ്കിലും പറയണ്ട? ഇന്ന് പ്രേക്ഷകരെ കാണുമ്പോൾ നീ എന്തെങ്കിലും 2 വാക്കെങ്കിലും പറ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഭയങ്കര നാണം കുണുങ്ങിയാണ്. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. കാര്യം മനസ്സുകൊണ്ടൊരു മാടപ്രാവിൻ്റെ മനസ്സാണ്. നമുക്കിനി കിച്ചണിലൂടെ പോയി കിച്ചണിലെ പരിപാടി കലവറ എന്തായാലും നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഇവിടുത്തെ കലവറയിലാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ റിസപ്ഷൻ്റെ ഫുഡ് അറേഞ്ച്മെൻറ്റ് എന്തൊക്കെയാണെന്ന് അറിയാനുള്ളൂ. നമുക്കിവിടെ അതിൻ്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്? ഇന്ന് എന്തൊക്കെയായിരിക്കും മെനു നമുക്ക് കൊടുത്തത്? നമുക്ക് മെനു വരുന്നത് നൂൽ പൊറോട്ട, ഒറട്ടി, അരി ഒറട്ടി, അപ്പം, പിന്നെ റൈസുണ്ട്, ഫ്രൈഡ് റൈസുണ്ട്, മട്ടൻ കറിയുണ്ട്, ബീഫ് പുതത്തുണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, വെജിറ്റബിൾ കുറുമ, പിന്നെ കട്ട് ഫ്രൂട്ട് ഐറ്റംസ്. അതെ അതെ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിച്ചണിലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഇത് ഉന്നക്കയാനൊക്കെ അടിപൊളി. ഇത് നോക്കിയോ നോക്കല്ലേ? നമ്മുടെ മലബാർ ഐറ്റംസ് ആണ്. മലബാറിൻ്റെ ഐറ്റംസ് വളരെ റെയറായിട്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലൊക്കെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. കിട്ടാറില്ല. ലുലു മാളിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ കുറച്ച് കടകളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടിപൊളി സൂപ്പർ സാധനമാണ് ഉന്നക്കായ എന്ന് പറഞ്ഞാൽ. കിട്ടില്ല മലബാറി ഡിഷാണ്. മലബാറികളുടെ വീടുകളിലൊക്കെ എല്ലാ ദിവസവും ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് അരി ഉറട്ടി. സാധാരണ നമുക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം കൊല്ലം സ്റ്റൈലിലൊക്കെ തിരുവനന്തപുരം മേഖലയിലൊക്കെ തന്നെ പെരുന്നാളിലാണ് ഈ സാധനം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നത് അല്ലേക്കാ? പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ അരിയൊറട്ടി ഉണ്ടാവും. അല്ല അടിപൊളി മട്ടൻ കറിയോ ബീഫ് കറിയോ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷൻ. കാര്യം ഒരു സംഭവം നോക്കിയാൽ മതി. കാര്യം നമ്മൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കോക്കനട്ടിൻ്റെ കണ്ടന്റ് ഉണ്ട്. കാര്യം 1 കിലോ മാവിൽ എത്ര തേങ്ങയൊക്കെ നിങ്ങളുടെ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 കിലോ മാവിന് ഒരു 30 തേങ്ങ. 10 കിലോ മാവിന് 30 തേങ്ങ. അപ്പോൾ 10 കിലോ മാവിന് 30 1 കിലോ മാവിന് 3 തേങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും ആ തേങ്ങയുടെ കണ്ടന്റ് ഉണ്ട്. കാര്യം തീർച്ചയായും തേങ്ങ ഉണ്ടെങ്കിലേ ഈ ഉറട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ബാക്കി ഐറ്റംസ് ഒക്കെ റെഡി ആയേക്കാം. ഇപ്പോൾ 2 മണി ആയതുകൊണ്ട് എല്ലാ ഐറ്റംസും റെഡി ആയിട്ടില്ല. ബാക്കി
ഫ്രോസൺ ഐറ്റംസ് നമുക്കിപ്പോൾ സ്നാക്സ് ഐറ്റം സ്റ്റാർട്ടേഴ്സ് വരുന്ന ഐറ്റംസ് ആണ്. ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫ്രീസറിൽ തന്നെ 100% അതിലൂടെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ചിക്കൻ്റെ കറിയല്ലേക്കാ, ചിക്കൻ കറി ഇങ്ങനെ ചിക്കൻ കറി ഇങ്ങനെ അതിൻ്റെ ഇതിൽ തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മട്ടൻ റെഡിയായല്ലേ? മട്ടൻ പ്രിപ്പറേഷനിലാണ്. കാര്യം 4 മണിക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ചൂടോടുകൂടി കൊടുക്കാൻ വേണ്ടി ഇപ്പോഴേ നമുക്ക് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോവും. റൈസ് ആരല്ലേ? ഇതെന്താ പറയുക? മട്ടൻ കറിയുടെ പ്രിപ്പറേഷനിൽ കിടക്കുവാണ്. കാര്യം ഇനിയിപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ അടിപൊളിയായിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ്റെ പരിപാടി, ചിക്കൻ ഫ്രൈ അടിച്ചതാ കയറിക്കൊണ്ടിരിക്കുന്നതാ. മോരിയ പൊടിഞ്ഞു പോകും. ഞാൻ അങ്ങനെ ചില്ലിക്ക് വേണ്ടിയുള്ളൂ വേണ്ട. നമുക്കിങ്ങനെ കണ്ണാപ്പയിൽ ചിലപ്പോൾ വാക്കല്ലാതെ കോരിക്കഴിഞ്ഞാൽ സാധനം പൊടിഞ്ഞു പോകും. ചിക്കൻ ചില്ലിക്ക് ഉള്ളത് ആദ്യമേ നമുക്കൊന്ന് പൊരിച്ചു മാറ്റി പിന്നെ അത് പ്രിപ്പയർ ചെയ്ത് ചില്ലി സെമി ഗ്രേവി അല്ലേക്കാ. അപ്പോൾ സെമി ഗ്രേവി ആയിട്ടുള്ളൊരു ചില്ലി അടിക്കാൻ വേണ്ടിയാണ്. പിന്നെ എല്ലാം റോസ്റ്റ് ചെയ്തെല്ലാം നമ്മൾ ഉണ്ടാവും. ചിക്കൻ ഫ്രൈ ചില്ലിക്കുള്ളത് തന്നെയാണ് അല്ലേക്കാം? ചില്ലിക്കുള്ളല്ലേ? എല്ലാം കോട്ട് ചെയ്തിട്ടേക്കും. 4 മണിക്കാകുമ്പോൾ കംപ്ലീറ്റ് പൊട്ടിച്ച് അടിപൊളിയായിട്ട് എല്ലാം കാണിച്ചു തരാം. ഇപ്പോഴും എല്ലാം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മസാലക്കൂട്ടൊക്കെ അടിച്ച് പൊളിയായിട്ട് കാണാം. ഇതെല്ലാം പലവഞ്ഞ ഐറ്റംസാണ് കാണാം. പലവഞ്ഞ ഐറ്റംസ് എല്ലാം എണ്ണയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പാൻട്രിക്കകത്ത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മിൽമേര നെയ്യൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായും നമുക്ക് ഈ എന്താ പറയുക, ക്വാളിറ്റിയോടുകൂടി നമ്മൾ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുഡിൻ്റെ ക്വാളിറ്റിയും അതേപോലെ കിട്ടുമെന്ന് പറയുമല്ലോ. തീർച്ചയായും നമ്മൾ നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് ഗംഭീരമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഒരു 4 മണിയോടുകൂടി കഴിയുമ്പോൾ ഒന്നും കൂടെ വന്ന് നമുക്ക് കംപ്ലീറ്റ് എടുക്കാം. ഓപ്പനെ കേട്ടോ, നമ്മുടെ സർവീസിൻ്റെ പയ്യന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. കാര്യം തന്നെ ഡെസേർട്ടിൻ്റെ കൗണ്ടറാണ്. നല്ല പ്ലേറ്റ് തുടയ്ക്കാം. പ്ലേറ്റൊക്കെ എല്ലാം എടുത്ത് വെച്ച് നല്ല ഡീസൻ്റായിട്ട് പ്ലേറ്റൊക്കെ തുടച്ച് ഒരു അഴുക്ക് പോലും ഇല്ലാത്ത രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെല്ലാം എത്തി. അവരുടെ ഓരോരുത്തരുടെ ജോലി, കാര്യം ഒരു ഇവൻ്റ് മേഖല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇവൻറ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു ഇവൻറ്റ് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിൻ സൈഡിലുള്ള നമ്മളൊരു സിനിമ കാണുമ്പോൾ തന്നെ തീർച്ചയായും അതിൻ്റെ സംവിധായകന് ഈ അടുത്ത കാലങ്ങളിലാണ് സംവിധായകനൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. മുൻകാലങ്ങളിലൊക്കെ വളരെ കുറഞ്ഞേ അറിയാമായിരുന്നു. കൂടുതലും അതിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന നായകൻ, നായിക ഇവർക്കൊക്കെയാണ് ഫാൻസ് കൂടുതലും. അതുപോലെ തന്നെയാണ് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. കാര്യം നമുക്ക് ഫുഡ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മളെ പോലെ ഇവൻറ്റ് ചെയ്യുന്ന ഇവൻറ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്ററിംഗ് ബോയ്സ് ആയിട്ടുള്ള പയ്യന്മാരുണ്ടാവും. പിന്നെ നമുക്ക് ബാക്കി ഓഡിറ്റോറിയങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓഡിറ്റോറിയം മാനേജ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് മെട്രിക്സ് ഇവൻറ്റ്സ് ഇങ്ങനെ ഒരു വ്ളോഗുമായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വരുന്നത്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മളെ സൈഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യും അല്ലേ നോക്കണേ. ഇത് നൗഫലിൻ്റെയും കൂടെ ഒരു ഐഡിയ ഉണ്ട്. അപ്പം ഞാനാണിത് പ്രസൻറ്റ് ചെയ്തെങ്കിലും ഈ ഐഡിയ എന്നിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ക്യാമറമാൻ നൗഫലാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാമെന്നുള്ളത്. പിന്നെ എല്ലാവരും പറഞ്ഞു ചെയ്തു നോക്കാം, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഇട്ടാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ $100 എന്നല്ല ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ഈ എത്തുമായി നമ്മുടെ എന്താണ് നമ്മളെ പരിപാടി ഇതാക്കി കമ്പിയുണ്ടേ ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭക്ഷണം കഴിക്കണം. നമ്മൾ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് ആഹാരം കഴിക്കുന്നത് മസ്റ്റാണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞതിന് നമ്മൾ അവിടെ തന്നെ ഉള്ള ഒരു ഹോട്ടലിലാണ് പോയി കഴിച്ചത്. ക്യാപിറ്റൽ മന്തി എന്നാണ് നമ്മൾ മന്തി കഴിച്ചത്. ഇവൻ്റ് ഉള്ള ദിവസങ്ങളിൽ മന്തി മസ്റ്റാണ്. ഇനി നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് കാണാം. നമ്മളെ ഏറ്റവും അറിയാമോ, നമ്മൾ വണ്ടി ഓടിക്കുന്ന ബിജിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വഴി കൂടെ 10,000 പ്രാവശ്യം പോയാൽ വഴി അവിടെ ഇറങ്ങി ഇപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ട് റൈറ്റല്ലേ റൈറ്റിൽ ഇങ്ങോട്ട് വന്നത്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ റോഡ് അറിയാമോ? വേറെ പലതും അറിയാം. വേറെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഈ റോഡിൽ പോയിട്ടുണ്ടോ? ഇപ്പോൾ പോയിട്ടുണ്ട്. എവിടെ പോയിട്ടുണ്ട്? വേറെ നാണമാണ് ഇപ്പൊ ഇനി കൊണ്ടുമില്ല. ഇപ്പൊ ക്യാമറ ഇല്ലായിരുന്നെങ്കിലാണോ? ഇവിടെ പോയിട്ടുണ്ട്. ആരെ വീട്ടിൽ? ഇവിടെ ആരെ വീട്ടിലെന്ന് പറയാം. തന്നെ ആരോടെ പോയിട്ടുള്ളത്? ഭയങ്കര ഡ്രൈവറാണോ ഭയ? അതെ അതെ, ഇത് വാക്കുകൾ മുട്ടുമ്പോ മിഥുനെ സംബന്ധിച്ച് മിഥുന് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞാനും ഇതിനുമായിട്ട് എവിടെ പോയാലും
ഇങ്ങനെ ഒരു മണി കഴിയുമ്പോൾ, അതായത് ഒരു 11 മണി തൊട്ട് ഒരു 12 മണി വരെ വണ്ടി പതുക്കെ പോകുള്ളൂ. 12:45 1 മണിയായി ഹോട്ടലുകളിൽ ബിരിയാണിയൊക്കെ വെച്ചൊരു മണം വരുമല്ലോ, ബിരിയാണിയുടെ മണം. ആ മണം വരുമ്പോൾ കക്ഷിയുടെ സ്വഭാവം മാറും. പിന്നെ വണ്ടി ഒരു ഭയങ്കര സ്പീഡാണ്, ഭയങ്കര സ്പീഡും പൈസ മേടിക്കാൻ. അപ്പൊ നമ്മള് മനസ്സിലാക്കിക്കൊള്ളാം, ജീവൻ വേണമെങ്കിൽ ഒരു 2 ബിരിയാണി മേടിച്ചു കൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ തീർന്നു, ഇല്ലെങ്കിൽ നമ്മളെ ഇടിച്ച് കൊണ്ട് വണ്ടി കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് ഞാൻ എപ്പോഴും കരുതിയിരിക്കും, ഇപ്പൊ ഞാൻ ഇപ്പൊ ലോങ് ഒക്കെ പോകണമെങ്കിൽ 2 ബിരിയാണി മേടിച്ച് പാഴ്സൽ ബാഗിൽ വെച്ചേക്കും, എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം തീരുമല്ല. ഒരുപാട് നിന്നെ ഇതാക്കുന്നത് തോന്നുന്നതാണ്. അങ്ങനല്ല, നിന്നെ ഒരുപാട് ഞാൻ കളിയാക്കുന്നതെന്ന് തോന്നുന്നതാണ്. പറ. ഇല്ല, നിങ്ങൾക്കത് തോന്നുന്നതായിരിക്കും. നമ്മളെ സംഖ്യ ചെറുക്കനാണ്. അതുപോലെ ഈ പ്രദേശങ്ങൾ നമ്മളെ നമ്മൾ കഴിഞ്ഞതിൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മളെ ഈ നേരെ കൊളത്തൂപ്പുഴ തെങ്കാശി പോകുന്ന റൂട്ടാണ് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പോയായിരുന്നു, അടിപൊളി ബോർഡർ ചിക്കൻ കഴിക്കാൻ പറ്റും. നേരെ വിട്ട് കഴിഞ്ഞാൽ മടത്തറ, കൊളത്തൂപ്പുഴ, തെങ്കാശി സൂപ്പർ. നമുക്ക് അടുത്ത ഒരു ആവശ്യം നമുക്ക് ഇവൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ട്രിപ്പ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. ഉണ്ടാക്കിച്ചു വണ്ടി എടുത്തിട്ടാണ് നമ്മൾ അതെ അതെ, അടുത്ത നമ്മളൊരു ഫുഡ് ബ്ലോഗുമായിട്ട് നമ്മൾ വണ്ടി ഇറക്കിയതിന് ശേഷം നേരെ പോകണം തെങ്കാശിയിലാണ്. അതുപോലെ ഞാൻ, ആകാശ്, മിഥുന്, നന്ദു, അനന്തു നമ്മളെ ഫുൾ ടീം ഉണ്ടാവും. ഉറപ്പായിട്ട് ഒരു കിടിലം വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോഴേ കണ്ടുവെച്ചോ ഈ റോഡ്. അപ്പോൾ ചിതറ എത്തി. നമ്മളിപ്പോൾ ഐരക്കുഴിയാണ് നമ്മളെ ഓഡിറ്റോറിയം. ഐരക്കുഴി നമ്മൾ ചിതറ എത്തി. കൊല്ലം ജില്ലയാണ് ചിതറ, കൊല്ലം ജില്ലയാണ്. എന്താ പറയുക, ഒരുപാട് വലിയ സിറ്റി ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കൊല്ലം ജില്ല, ചടയമംഗലം, ആയൂർ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കടയ്ക്കൽ. കടയ്ക്കൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, കടയ്ക്കൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. കടയ്ക്കൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്നൊരു സംഭവമാണ് കടയ്ക്കൽ തിരുവാതിര. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിവാദങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തായിരുന്നു. എന്നിട്ട് നോക്കല്ലേ മറ്റേ നമ്മളെ ഗാനമേള നടത്തിയപ്പോഴും. അതുകൊണ്ട് കടയ്ക്കൽ തിരുവാതിരയെക്കുറിച്ചും കടയ്ക്കലിനെ കുറിച്ചും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ ചിതറയും കടയ്ക്കലിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ചിതറയാണ്. ഇനി അടുത്തതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന കിഴക്കും ഭാഗം. അപ്പോൾ പ്രത്യേകിച്ച് മിഥുനൊക്കെ സംബന്ധിച്ചിടത്തോളം, മിഥുനാണെങ്കിൽ വർക്കിൽ മന്തി ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും വർക്കില്ലാത്ത ദിവസങ്ങളിൽ ബിരിയാണിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ വർക്കുള്ള ദിവസം മന്തി മസ്റ്റാണ്. കാപ്പി കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മന്തി ആയിരിക്കും കേട്ടോ, കുഴപ്പമില്ലേ? അപ്പം ഇത് മിണ്ടല്ല കാര്യം. ഇനിയിപ്പോൾ അവിടെ എത്തി മന്തി കഴിച്ചിട്ട് ഇനി ഒരു നാക്കെടുത്ത് എന്തെങ്കിലും പറയുള്ളൂ. ആകാശത്തിന് അതൊന്നും പറയാത്ത ചൂടാ. ആകാശിന് ചൂടാണ് കാര്യം. വിശപ്പ് ആകാശിനെ സംബന്ധിച്ച് വിശപ്പ് വരുമ്പോഴും ചൂടെടുക്കും അല്ലടാ ആകാശ്. എപ്പോൾ വിശപ്പ് വന്നാലും ചൂടെടുക്കും. ഓക്കെ ഗെയ്സ്, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ്. റൈറ്റ് ആ വഴിയേറ്റി പോകലടാ. എടാ വഴി അറിയാത്തവനെ ഏതാണ് ഹോട്ടൽ എന്നറിയാമല്ലോ. ഇതാ ലെഫ്റ്റിക്കാണ് ആ കാറ് കിടക്കണുണ്ടാ. മന്തി ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി. ഹോബിനോ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയുള്ള നമ്മൾ 5 പേരില്ലേ എവിടെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കാന്നാ 5 പേർ കൂടെ ഇരിക്കാൻ പറ്റിയ സൗകര്യം അകത്തിരിക്കാം. അപ്പോൾ AC റൂമിലിരുന്ന് കഴിക്കുള്ളൂ ഒരു ഇതുണ്ടല്ലേ. AC ഒക്കെ ഓണാക്കി തരാം, ഇരിക്കും. നീ വാടാ, എൻ്റെ അടുത്ത് വാ, എൻ്റെ അടുത്ത് വാടാ. എടാ ഇങ്ങോട്ട് വാടാ. എടാ അതൊന്ന് കാണി, അവനൊന്ന് പൈസ. ഞാൻ പറഞ്ഞില്ലേ കാര്യം, ഹോട്ടലിൽ വരുമ്പോഴേ നാക്കെടുത്തല്ലേ സംസാരിക്കുള്ളൂ. വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കണ, ഇങ്ങോട്ട് തിരിഞ്ഞില്ല ഇങ്ങോട്ട് നോക്കാം, എങ്ങോട്ട് നോക്കി ഓടിച്ചോണ്ടിരിക്കും. ഇനിയിപ്പോൾ നോക്കിക്കോളാം. ഇനിയിപ്പോൾ ഈ മന്തി വന്നതിന് ശേഷം അവൻ്റെ മുഖം ഒന്ന് എടുത്തോളാം. ഓ അൽഫാം മന്തി ഒരു ഫുള്ള് ഒരു ക്വാർട്ടർ പീസ് എടുത്തോ. ഓക്കെ, ക്വാർട്ടർ പീസ്. എടാ അതുപോലെ ഇത് പറഞ്ഞപ്പോൾ രാവിലെ ഉറക്കടിച്ച് പെപ്സി കുടിക്കാൻ വിളിച്ചോ. രാവിലെ ഉറക്കടിച്ച് ഞാൻ പെപ്സി. പിന്നെ കാര്യം കടയപ്പം തിന്നുന്ന പിള്ളേരില്ലേ, അതുപോലെയാണ്. ഉറങ്ങുമ്പോഴും പെപ്സി കുടിക്കണം,
ഉറക്കെ എണീക്കുമ്പോൾ പിടിച്ചു പിടിക്കണം. അപ്പോൾ ഇത് പറയുന്നു ഞായിരിക്കുന്ന ആളെന്ന് വെച്ചാൽ 24 മണിക്കൂർ സേവനം പിടിക്കുന്ന ആളാണ്. കിച്ചു അല്ല പറഞ്ഞ മധുരമില്ലാത്ത ചായയും ജിലേബിയും ലഡുവും കൂടെ അല്ലടാ. നിന്റെ സ്വഭാവം അങ്ങനെ തന്നെ. നാക്കെടുത്ത് വല്ലതും പറ. അവൻ വരാതിരിക്കൂല്ലേ? പെപ്സിക്ക് പറഞ്ഞോ? റിമോട്ടോടെ ഏതോ നോക്കണം. ഏത് പ്ലഗ്? ആ പ്ലഗ് ഒന്നും ഇല്ല. അങ്ങനെ ലൈറ്റ് എത്തിയുള്ളൂ. ഏസി ഓണായില്ല. റംബൂട്ടാണ് റംബൂട്ടാണ് വീണോടാ ഉച്ചയ്ക്ക്. LG ആകാശിന്റെ കയ്യിൽ പിന്നെ എല്ലാ ACയുടെയും താക്കോല് കയ്യിലുണ്ടല്ലോ. തന്നെ AC വർക്കാവില്ലല്ലേ? എന്തായാലും നമ്മളെ ഭാഗ്യം കൊണ്ട് AC വർക്കായി. ഫാനുണ്ട്. സെവനപ്പ് വേറാ ഈ സെവനപ്പ് എടുക്കും. എടാ പോളാടുന്നു. നീ കോപ്പി തന്നെന്നാ. എനിക്ക് അത് കത്തിപ്പോകുന്നില്ല. കടയിൽ നീ പറയുമ്പോ ഓഫ് ചെയ്യാൻ എടുക്കാറുണ്ട്. കടലിലെ കളിയാണ് കേട്ടോ. ഇനിയപ്പോ ഫുഡ് വന്നതിന് ശേഷം വലിയ നോക്കല്ലേ? നൗഫന്റെ മുഖമൊന്നും വരുന്നില്ല ക്യാമറയിൽ. അതെ അതെ, നമ്മുടെ ക്യാമറയിലൂടെ മാത്രം കാണുന്ന നൗഫലാണ്. നൗഫൽ അങ്ങനെ, എനിക്ക് തോന്നുന്നു നൗഫൽ അങ്ങനെ അധികം ക്യാമറയിൽ പ്രത്യക്ഷപ്പെടാറേ ഇല്ല. 10-12 വർഷം കൊണ്ട് വെഡ്ഡിങ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ കൂടി പിന്നാമ്പുറത്ത് പ്രവർത്തിക്കാൻ നൗഫലിന് ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷത്തോളം ആയി കാണും ഈ വെഡ്ഡിങ് ഇവന്റ് മേഖലയിൽ, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖലയിൽ നൗഫലിന്റെ സാന്നിധ്യം. പക്ഷേ എടാ നോക്കടാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ സെവനപ്പ് കണ്ടപ്പോൾ ഇടിക്കുന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ സെവനപ്പ് കണ്ടപ്പോൾ ചാടിയെടുത്ത്. കണ്ട നമ്മൾ സംസാരിച്ചിരുന്നിരിക്കുന്ന ഇടയിൽ സെവനപ്പ് കണ്ടപ്പോൾ ചാടിയെടുത്ത് പൂച്ചേനെ പോലെ ഇരിക്കണ്ട. എന്നിട്ട് ഒന്നില്ല ഓഫർ. ആ സൂം ഔട്ട്, അത് സൂം ആയില്ല. ഒരു കോടി അടിക്കണം ഇപ്പൊ നമുക്ക്. പെട്ടിയില് കണ്ട ഓഫർന്ന് കേട്ടാ പിന്നെ ഇനിയിപ്പൊ ആ കുപ്പി കീറിയിട്ടേ നമ്മൾ അടങ്ങുള്ളൂ. ഭായിന്റെ പേര് വെച്ചില്ല. ഇത് നമ്മളെ ഹോബിനോവിന്റെ വിഷ്ണു. किधर से? आजा। कितने साल हो गए इधर? हैं? 1 साल हो गया. अच्छा चल. ദാ ഒടുവിൽ കോഡ് കിട്ടിയിട്ടുണ്ട്. 35. ഇതുവരെ ശരിയാണോ? എനിക്ക് ഓർമ്മ മറ്റേ കിളിക്കത്തില്ല മത്തായിച്ച ഇന്നത്തെ കാമദേവിന്റെ ബലം അടിച്ചു മോളെ. അടിച്ചാ റിസൾട്ട് വരാൻ പോയെന്താ വന്നു. 15 രൂപ. അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ വന്ന കാര്യം ഇതായില്ല. 15ക്ക് 15 ഇല്ലടാ. ഒന്നും വെറുതെ കിട്ടുന്നില്ല അല്ലടാ. അയ്യോ കറണ്ട് പോയാ. കറണ്ട് കൂടെ പോയി കഴിഞ്ഞാ
സബാഷ് കണ്ടുപോയി. നല്ല സമയം. AC ആദ്യമേ വർക്കല്ലായിരുന്നു. പിന്നെ ഫാനിന്റെ സഹായത്തോടുകൂടി ഇരിക്കാന്ന് വെച്ചപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. അല്ലേ? എന്നത്തെയും പോലെ നല്ല ചൂട്. ഇവിടെ പോയാൽ ഭയങ്കര ചൂട് കേട്ടാ. കിട്ടില്ല. ഭയങ്കര സൂപ്പർ ജ്യൂസി ആയിട്ടുള്ള അൽഫാമാണ്. അടിപൊളി റൈസ്, നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള റൈസാണ് തോന്നുന്നു അല്ലേ? എനിക്ക് വേറെ അങ്ങോട്ട് നൈസ്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും സംഭവം കിട്ടിയത് അടിപൊളി സാധനം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പെരി പെരി അൽഫാമാണെന്ന് തോന്നുന്നുണ്ടാ. പെരി പെരിയാണോ? അതെ, നോർമൽ അൽഫാമാണോ? പെരി പെരി ആണെന്ന് തോന്നുന്നു. കിടില സാധനം കേട്ടാ. പെരി പെരി അല്ലേ? പെരി പെരി അൽഫാമാണ്. അപ്പോൾ ഇനി കാണിച്ചേ, ഇനിയിപ്പോൾ പോകാൻ കാണിച്ചേ. ഇതുപോലെ ഒരു സന്തോഷിക്കുന്ന പരിചയ. സെവനപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ട് സെവനപ്പിന്റെ കുപ്പി ഓർഡറാ. സെവനപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ട ക്യാമറ ഓഫ് ചെയ്തതും സെവനപ്പ് എടുത്ത് മൊത്തം കൂടെ അങ്ങ് തീർത്തു. ഇനിയിപ്പോൾ ക്യാമറ വരുമ്പോൾ ചോറ് തൊടാതിരിക്കും. ക്യാമറ അങ്ങോട്ട് പോട്ട്. ഇതിനെ കഴിയടാ, അവൻ കഴിക്കട്ടെ. നിനക്ക് അപ്പോൾ കഴിക്കണം, അവർ കഴിയും. അപ്പോൾ നമ്മുടെ അവസാനഘട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനിപ്പോൾ ഈ പാർലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ഇതിനകത്ത് കാർപ്പറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എല്ലാം ടേപ്പ് അടിക്കണം. അപ്പോൾ അവസാനഘട്ട മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റേജിൻ്റെ ഈ ഭാഗത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ. ഇനിയിപ്പോൾ അക്രിലിക് ഷീറ്റ് ഇടാനുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഏകദേശം 3:30 മണിയോടുകൂടി എല്ലാ പരിപാടിയും ക്ലോസ് ആവും. കംപ്ലീറ്റ് നമ്മുടെ വർക്കും ഇവിടെ ക്ലിയറായി നമ്മൾ സ്റ്റേജ് ക്ലയൻറ്റിന് 3:30 മണിയോടുകൂടി കൊടുക്കുന്ന രീതിയിലോട്ട് വരും. ഓൾമോസ്റ്റ് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ റാമ്പിൽ അക്രിലിക് ഷീറ്റ് ഇടാമോ മാത്രമേ ബാക്കിയുള്ളൂ. കേട്ടില്ല. ഇത് നമ്മുടെ ലൈറ്റ് നമ്മൾ വെളിയിൽ കണ്ട ബട്ടർഫ്ലൈ ലൈറ്റ്, അതുപോലെ ഇവിടെ ലൈറ്റൊക്കെ ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ബിർള ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ മുതലാളിയാണ്. പേരെന്താണ്? എൻ്റെ പേര് തന്നെ പറയണം. കണ്ടോ, ഭയങ്കര വിനയവും ഭയങ്കര കാര്യം. ഒരു എന്താ പറയുക, പ്രായം 10-25 വയസ്സുണ്ടെങ്കിലും ഒന്നും പറയിപ്പിക്കില്ല. 18 വയസ്സുകാരൻ്റെ മനസ്സും ശരീരവും ബുദ്ധിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ് അല്ലേ? 25 വയസ്സായില്ലേ? എത്രയായി? 20 വയസ്സായെങ്കിലും ഒരു 9 വയസ്സുകാരൻ്റെ ബുദ്ധിയുള്ളൂ. അപ്പോൾ കിട്ടില്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ലൈറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോഴേ അറിയാൻ പറ്റും. കാര്യം ആള് ചില്ലറക്കാരനല്ല, പുലിയാണ്. പറ, അവൻ വരും ഷൂട്ടിൽ. ഇതേ ആ നിൽക്കുന്നതാണ് ജാക്സൺ ആണ് ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. നീ പറ. ജാക്സൺ ഇദ്ദേഹം ഒരു ലൈറ്റ് എഞ്ചിനീയർ മാത്രമല്ല, ഒരു സിനിമാറ്റിക് ഡാൻസർ കൂടെയാണ്. ഒരുപാട് വേദികളിൽ സിനിമാറ്റിക് ഡാൻസൊക്കെ ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ് ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്ക് സ്റ്റെപ്പൊക്കെ ചെയ്യുന്ന കിടിലം പെർഫോമറാണ്. അപ്പോൾ ഈ ലൈറ്റ് ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് വെച്ചാൽ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഹാളിൻ്റെ ഒരു ആംബിയൻസ് മാറ്റാൻ വേണ്ടിയാണ്. കാര്യം ഇപ്പോൾ ഒരു വൈറ്റ് ആംബിയൻസ് ആണ്. കുറച്ചും കൂടെ ഒരു നൈറ്റ് ഫീൽ കിട്ടുന്ന ഒരു ആംബിയൻസിന് വേണ്ടിയാണ് LED പാറ വെച്ചിട്ട് ലൈറ്റ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയുന്നേക്കാൾ കൂടുതൽ വൈകുന്നേരത്തേക്ക് വരുമ്പോഴേക്കും നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളാമോ അല്ലേ മോശമാണെന്നൊക്കെ നമുക്ക് അപ്പോൾ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്ത്, അത് കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം ആദ്യം നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ നമുക്ക് വീണ്ടും വീഡിയോകളായിട്ട് നിങ്ങൾ മുമ്പ് വരാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എക്കാലവും നമ്മുടെ യൂട്യൂബേഴ്സിന് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മലയാളികളാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ളത് ഒരുപക്ഷെ മലയാളിയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് യൂട്യൂബ് ചാനലുണ്ടാവും. വരുമാനം മേടിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിയോട്ടൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം. ഇതൊക്കെ ഇവിടുത്തെ മാനേജറല്ലേ? ഇദ്ദേഹത്തിൻ്റെ പേര് അയൂബ് എന്നാണ്. അയൂബക്ക നമ്മുടെ AMJ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മാനേജറാണ്. എനിക്ക് എത്ര വർഷമായി ഇവിടെ മാനേജറായിട്ട്? സ്റ്റാർട്ടിങ് മുതലുണ്ട്. 2018 മുതൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു അല്ലേ? ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി? 7 വർഷമായി, 8 വർഷമായി. അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടല്ലേക്ക്? നന്നായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റേയൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. സ്ഥിരം ചെയ്യുന്ന ആ ഒരു പാറ്റേണൊക്കെ മാറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്?
ഇപ്പോൾ അടുത്ത കാലം ചെയ്ത കുട്ടികൾ വെച്ചിട്ട് ഈ അടുത്ത സമയങ്ങളിൽ ചെയ്തവർക്ക് ഏറ്റവും ബെറ്റർ വർക്കാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും മുഴുവൻ കണ്ടിന്യൂഷൻ അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ഒരു വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരിലുപരി ആ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് കരങ്ങളുണ്ടാവും. ഈ ഒരുപാട് പേരുടെ കഠിനാധ്വാനവും ഒരുപാട് പേരുടെ ആത്മാർത്ഥമായ സഹകരണവും കൊണ്ടാണ് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ചെല്ലുമ്പോഴും അവിടെ കാണുന്ന ആ ഒരു ഡെക്കോർ ആണെങ്കിലും അവിടെ കാണുന്ന ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അവിടുത്തെ പ്രോഗ്രാംസ് ആണെങ്കിലും അതുപോലെ അവിടുത്തെ ഫുഡ് ആണെങ്കിലൊക്കെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരാരൊക്കെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക കൂടിയാണ് നമ്മുടെ ഈ വ്ളോഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അങ്ങനെ ഫൈനലി 4 മണിയായിരിക്കും. 4 മണിക്ക് തന്നെ നമ്മളെല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഫൈനലി 4 മണിയായപ്പോഴേക്കും എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വെൽക്കം ഡ്രിങ്ക്സിൻ്റെ കൗണ്ടറിലൊക്കെ വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ച ആൾക്കാർ, വന്ന ഗസ്റ്റുകളൊക്കെ വെൽക്കം ഡ്രിങ്ക്സും സ്നാക്സും ചായയും കോഫിയും ഒക്കെ കുടിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഈ എല്ലാ കൗണ്ടറിലും എല്ലാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് 4-5 ഐറ്റംസ് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്. പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസ്, വാട്ടർമെലൺ ഫ്രഷ് ജ്യൂസ്, ജിഞ്ചർ ലൈം, അങ്ങനെ പിന്നെ ബ്ലൂ ലഗോൺ മൊജിറ്റോ ഉണ്ട്, ഷമാം ഫ്രഷ് ജ്യൂസ് ഉണ്ട്. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കെല്ലാം ഫ്രഷ് ജ്യൂസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ലൈം അല്ലേ, ജിഞ്ചർ ലൈം. സൂപ്പർ സൂപ്പർ അടിപൊളി ജിഞ്ചർ. ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ട്, പോപ്കോൺ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഹെർബൽ ടീസിൻ്റെ കൗണ്ടറാണ്. ഹെർബൽ ടീസ് ഒരു 6-7 ടൈപ്പ് ഓഫ് ഹെർബൽ ടീസ് ഉണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ 4 മണി കഴിഞ്ഞാൽ നമുക്ക് കലവറയിൽ പോയി കലവറയിലെ വിശേഷങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കലവറയിലേക്കൊന്ന് പോവാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ എന്താ 4 മണി ആയപ്പോഴേക്കും നമ്മുടെ കലവറ ഐറ്റംസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ ബീഫ് നല്ല അടിപൊളിയായിട്ട്, നല്ല പോത്തിറച്ചി ഉലർത്തിയതാണ്. പോത്തിറച്ചി ഉയർത്തിയത് ഇങ്ങനെ ചെമ്പിക്കിടന്ന് അങ്ങോട്ട് അങ്ങനെ കേട്ടാ, നോക്കിയേ കേട്ടാ, നല്ല അടിപൊളി പോത്തിറച്ചി. നോക്കിയേ കേട്ടാ. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ 3 നൗഫലിക്കയുടെ കൊയിലോൺ സ്റ്റൈൽ മട്ടൻ കറിയാണ്. എനിക്കൊന്ന് നന്നായിട്ട് കോരിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും നല്ല 14 കിലോ മുതൽ 20 കിലോയ്ക്ക് അകത്ത് വെയിറ്റുള്ള യഥാർത്ഥ ആണാടിൻ്റെ ഇറച്ചിയാണ്. നോക്കിയേ കണ്ടോ, ഓ വളരെ ജ്യൂസി ആയിട്ടുള്ള വെന്ത് നല്ല. ഓക്കെ, അതുപോലെ നല്ല ജ്യൂസി രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അരിയുറട്ടിയും ഈ ഒരു മട്ടൻ കറിയും കൂടെ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എൻ്റെ മോനെ, പറയാൻ വാക്കുകളില്ല. അടിപൊളി സാധനമാണ്. ചില്ലിയുടെ പ്രിപ്പറേഷൻ, ചില്ലി നേരത്തെ പറഞ്ഞ കണക്ക് ചില്ലി ഇങ്ങനെ വീണ്ടും ലൈവായിട്ട് ചില്ലി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ചില്ലി ഇതാ നോക്കേ, മറ്റേ ഫ്രൈ ആണല്ലേ, സെമി ഗ്രേവി, അതായത് വളരെ തിക്കായിട്ടുള്ള ഗ്രേവി ചില്ലി. ചൈനീസ് ഐറ്റമാണ്. ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഉലർത്തിയത്, മട്ടൻ കറി, ദേ ചില്ലി ആയിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ട് ചിക്കൻ ഫ്രൈ ലൈവായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച ഫ്രൈ ആണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ച ഫ്രൈ. ഇതേ അതിൻ്റെ കളർ കണ്ട, വെളിച്ചെണ്ണയുടെ അടിപൊളി കളറിലാണ്. നല്ല കറക്റ്റ് റെസിപ്പി ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കളർ കോൺട്രാസ്റ്റിൽ ഫ്രൈ കിട്ടുന്നത്. എല്ലാ ഐറ്റംസ് ചൂടോടെ ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇല്ലേക്കാ, റൈസ് അടിച്ച് എനിക്ക് ഒന്ന് 3-4 മണിക്കൂർ ദമ്മിലിരുന്ന റൈസാണ്. ഫ്രൈഡ് റൈസ് എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചാൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ അരിയൊറട്ടി, നമ്മുടെ ആ ഒരു മട്ടൻ ഉണ്ടല്ലോ, മട്ടൻ്റെ കൂടെ യവന വെച്ചൊരു പിടി പിടിച്ചുണ്ടല്ലോ. ഓ നൗഫലെ ഒന്ന് ടേസ്റ്റ് ചോദിക്കണം എന്നിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട്? നൈസ്.
അല്ല തേങ്ങയുടെ കാര്യം നേരത്തെയൊക്കെ പറഞ്ഞ കണക്ക് 1 കിലോ മാവിന് 3 തേങ്ങ എന്ന ഒരു രീതിയിലാണ് റേഷ്യോ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്, തേങ്ങയുടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ഇനിയിപ്പോൾ നമുക്ക് ഡൈനിങ് അകത്തുള്ള വിശേഷം നോക്കാം. ഡൈനിങ് ഏരിയ ലൈവ് അപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഫ്രീക്ക് ബോയ് ഇവിടെ നിന്ന് അപ്പം അടിച്ച് തകർക്കുന്നു. ഒറ്റ സ്റ്റെപ്പിൽ എത്ര വീഴും? 8 വീഴും. സോങ് ചെക്ക് ചെയ്ത് നോക്കാം. എൻട്രി സമയമാകുമ്പോൾ സോങ് പ്ലേ ചെയ്തോളാം കേട്ടോ. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നോ. ഓക്കെ, എന്ത് ചെയ്യുന്നു പറ. സമയമാകുമ്പോഴും കുറേ കാര്യം പറഞ്ഞ് എൻ്റെ ടെൻഷൻ അടിപ്പിക്കും. ഇത് നമ്മൾ സൗണ്ട്സിലെ പയ്യനാണേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻട്രി സമയമായി. അപ്പോൾ എൻട്രിക്ക് നോക്കാൻ വേണ്ടി അർച്ചന ആദ്യമൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് സമയമാകുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ അത് 100 പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും ചോദിക്കും ഇതിങ്ങനെയല്ലേ എന്ന്. ആര് ദേഷ്യമൊന്നും കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. ഈ ജോലിയുടെ ഭാഗം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കി വന്നു. അപ്പോൾ ഓക്കെ, ഡൈനിങ് ടേബിളിലുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് നടന്നു. അപ്പോൾ ഡൈനിങ് ടേബിൾ നമ്മൾ നേരത്തെ കിച്ചണിൽ കണ്ടതൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, ബീഫിൻ്റെ ഉലർത്തിയതായിട്ടുണ്ട്. ഇനി ബ്രെഡ് ഐറ്റംസും മട്ടൻ കറിയൊക്കെ ലൈവായിട്ടായിരിക്കും സെർവ് ചെയ്യുന്നത്. കാര്യം ആൾക്കാർ വന്ന് ഇരുന്ന് ചൂടോടുകൂടി കഴിക്കാനുള്ള സൗകര്യമാർക്ക് ഒരുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം സെറ്റാണ്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രിയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ, അതായത് ഇന്നത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് ആൾക്കാരെല്ലാം നോക്കിക്കാണുന്ന 2 പേരാണ്, ആസിഫും ഫാത്തിമയും. അപ്പോൾ ആസിഫിൻ്റെയും ഫാത്തിമയുടെയും എൻട്രിക്ക് വേണ്ടിയാണ് മുകളിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോയിട്ട് ആസിഫിൻ്റെയും ഫാത്തിമയുടെയും പ്രൗഢഗംഭീരമായ എൻട്രി കണ്ടതിന് ശേഷം താഴേക്ക് വരാം. പതുക്കെ 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 സ്ലോലി സ്ലോലി. That makes you feel she's the one. You learn it is really better than the whole and release. Testimonial കുറച്ചുകൂടി കഴിച്ചിട്ട് പോകുന്നത് കംഫർട്ടബിൾ ആയിട്ട് മതിയല്ലോ നാളെ വരുന്ന മതിയോ? പോരാ പോരാ കൂട്ടുകാരാണോ നോക്കി വെക്കാം. കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അച്ഛൻ്റെയും ഫാത്തിമയുടെയും ഫാമിലി മെമ്പേഴ്സ്, പാരൻസും സിബ്ലിങ്സും സ്റ്റേജിലേക്ക് ഞങ്ങളൊപ്പം കാണിക്കാനുള്ള ബർത്ത്ഡേ. Congratulations, dear ones. Of kingdoms past and crowns of ancient kings. I've heard stories of distant lands, realms I long to reach. Your voice, it beckons me to go to worlds unexplored, to leave behind my home and wander. ഓക്കെ, ഫൈനലി നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഏറ്റവും സുന്ദരമായ 2 ആൾക്കാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ആസിഫ് ബ്രോ. എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ആൻഡ് ഫാത്തിമ. അപ്പോൾ 2 പേരും നമ്മുടെ ഈ ഫംഗ്ഷനൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങളുടെ നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേജ് അടിപൊളിയായിരുന്നു. മാഷാ അല്ലാഹ്, അടിപൊളി, ഒന്നും പറയാനില്ല, സെറ്റാണ് എല്ലാം. ലൈക്ക് എന്താണ് പറയണേ, എല്ലാം അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ ആക്ച്വലി എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്.
പിന്നെ ഫാത്തിമയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കിഷ്ടപ്പെട്ടു, മാഷാല്ലാ. നല്ല രസമുണ്ട്. അത് മാത്രമല്ല എല്ലാവരും ഡീൽ ചെയ്തു, അടിപൊളിയായിട്ട് ഡീൽ ചെയ്തു, എല്ലാ കാര്യവും ക്ലിയർ ചെയ്തു. ഓക്കെ, താങ്ക് യു ആസിഫ് ബ്രോ. എനിവേ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, രണ്ടാൾക്കും ഓക്കെ. ഫൈനലി അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈം 9:30 മണിയായി. അപ്പോൾ നമ്മൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പരിപാടി 5.5 മണിക്കൂറോളം നീണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഇവൻറ്റ് വൈൻഡപ്പ് സെറമണിയിലേക്ക്. അപ്പോൾ വൈൻഡപ്പ് സെറമണി ഓൾമോസ്റ്റ് എല്ലാവരും അഴിച്ച് ഔത്ത് പോകാനുള്ള രീതിയിലാണ്. ലൈറ്റും ഫുഡ് കൗണ്ടറും എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളും പോകാൻ പോയി. നമ്മുടെ പിള്ളേരൊക്കെ വാ പോണ്ടേ. നമ്മൾ ഇത് രണ്ടുപേരും നമ്മൾ പരിചയപ്പെട്ടില്ല. അത് അർച്ചന, ഇത് നാദിയ. അർച്ചന മലേഷ്യയിലായിരുന്നു. അർച്ചന നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ, ട്രിവാൻഡ്രത്തല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു MC കൂടിയാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എത്ര മാസം അവിടെ ഇരുന്നു മലേഷ്യയിൽ? 1.5 month അവിടെ ഉണ്ടായിരുന്നു. 1.5 മാസം മലേഷ്യയിലായിരുന്നു. അത് കഴിഞ്ഞ് മെനിഞ്ഞാന്ന് എത്തിയിട്ടേ ഉള്ളൂ. നാദിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ അറിയാൻ പറ്റുന്ന ആളാണ് നാദിയ ആയിഷു. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് കൂടിയാണ്. ഇതുവരെ നമ്മുടെ വ്ളോഗിലൊന്നും, ഇതുവരെ എന്ന് പറയാൻ നമ്മൾ ആകെ ഒരു വ്ളോഗ് എടുത്തിട്ടേ ഉള്ളൂ, ആ വ്ളോഗിലൊന്നും ഇല്ലായിരുന്നു. എനിവേ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ എല്ലാ വീഡിയോസിനകത്തും നമ്മൾ എല്ലാവരും കൂടെ ആയിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം, നമ്മുടെ ഇന്നത്തെ ഇവൻറ്റ് അടിപൊളിയായിട്ട് നടന്നെന്നും നമ്മളെല്ലാം വിശ്വസിക്കുന്നു, അല്ലേ? എന്താ പറയാനുള്ളത്? നന്നായിട്ട് നടന്നു, നന്നായിട്ട് നടന്നു. ക്ലയന്റിന്റെ റെസ്പോൺസ് നോക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഇതുപോലൊരു അടിപൊളി ക്ലയൻറ്റുമായിട്ടും ഇതുപോലൊരു അടിപൊളി എന്താ പറയുക ഒരു പ്രോഗ്രാമുമായിട്ട് വീണ്ടും കാണും വരെയും